ഹായ്, ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് റിഡക്ഷൻ ടു ലീനിയർ ഫോം. ഓക്കെ, അതിൽ തന്നെ ബെർണൗളിസ് ഇക്വേഷൻ ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, തൽക്കാലം ഹെഡിങ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. അതിനു മുമ്പ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എന്താണ് പറഞ്ഞത് ഞാൻ ഇവിടെ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എന്താണ് പഠിച്ചത്? ലീനിയർ ഇക്വേഷൻ എന്താണെന്ന് പഠിച്ചു. ഓക്കെ, എന്തായിരുന്നു ലീനിയർ ഇക്വേഷൻ? ആൻ ഇക്വേഷൻ ഓഫ് ദ ഫോം y ഡാഷ് പ്ലസ് പി ഓഫ് എക്സ് വൈ ഈക്വൽ ടു ആർ ഓഫ് എക്സ്. ഇതിന് വിളിക്കുന്ന പേരാണ് എന്ത്? ലീനിയർ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഈ ലീനിയർ ഇക്വേഷൻ തന്നെ നമുക്ക് രണ്ട് പേരിൽ വിളിക്കാം. ഒന്ന് ഹോമോജീനിയസ് എന്ന് വിളിക്കാം, മറ്റൊന്ന് നോൺ ഹോമോജീനിയസ് എന്ന് വിളിക്കാം. എങ്ങനെ? ഈ ആർ ഓഫ് എക്സ് എന്ന് പറയുന്ന ടേം ആർ ഓഫ് എക്സ് ഈക്വൽ ടു 0 ആണെന്നുണ്ടെങ്കിൽ ഈ ലീനിയർ ഇക്വേഷൻ നമ്മൾ എന്ത് വിളിക്കും? ഹോമോജീനിയസ് ലീനിയർ ഇക്വേഷൻ എന്ന് വിളിക്കും. നേരെ മറിച്ച് ഈ ആർ ഓഫ് എക്സ് എന്ന് പറയുന്ന ആൾ നോൺ സീറോ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് വിളിക്കും? ഇതിനെ നോൺ ഹോമോജീനിയസ് ലീനിയർ ഇക്വേഷൻ എന്ന് വിളിക്കും. ഇത് രണ്ടും ചെയ്യാൻ ഉപയോഗിക്കുന്ന സെയിം ഇക്വേഷൻ ആണ് അല്ലേ? നമ്മൾ സോൾവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇക്വേഷൻ ഏതാണ്? നമ്മൾ ആദ്യം ഇവിടുന്ന് ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ കണ്ടുപിടിക്കും. ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ന് വെച്ചാൽ എന്താ? ഇ റൈസ് ടു ഇന്റഗ്രൽ പി ഡി എക്സ് കണ്ടുപിടിക്കുന്നു. എന്നിട്ട് നമ്മൾ സോൾവ് ചെയ്യും. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ഓർത്തിരുന്നാൽ മതി. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരിക്കുന്നു. ഒന്നെങ്കിൽ y ഇൻറ്റു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഈക്വൽ ടു ഇൻ്റഗ്രൽ ആർ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഡി എക്സ് പ്ലസ് സി. അവിടെ നിന്ന് y ഈക്വൽ ടു നമുക്ക് എഴുതാമല്ലോ, കാരണം ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ടേം റൈറ്റ് സൈഡിൽ കൊണ്ടുവന്നാൽ മതി. അപ്പോൾ അതിൽ നിന്ന് y നമുക്ക് സെപ്പറേറ്റ് എഴുതാം. ഒന്നെങ്കിൽ ഇത് ഓർത്ത് വെക്കുക, അല്ലെങ്കിൽ ഡയറക്റ്റ് ഇൻ്റഗ്രേറ്റീവ് ഫാക്ടർ വെച്ചാൽ എന്താ? ഇ റൈസ് ടു ഇൻ്റഗ്രൽ പി ഡി എക്സ്. അതിന് ഞാൻ ഇൻ്റഗ്രേറ്റീവ് ഫാക്ടർ പ്ലേസിലെല്ലാം ഇ റൈസ് ടു ഇൻ്റഗ്രൽ പി ഡി എക്സ് കൊണ്ട് റീപ്ലേസ് ചെയ്തിരിക്കുക. രണ്ടും ഒന്ന് തന്നെയാണ്, ഒരു വ്യത്യാസമില്ല. പക്ഷെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഓർത്തിരിക്കാം. ഏത്? y ഇ റൈസ് ടു ഇൻ്റഗ്രൽ പി ഡി എക്സ് ഈക്വൽ ടു ഇന്റഗ്രൽ ആർ ഇ റൈസ് ടു ഇന്റഗ്രൽ പി ഡി എക്സ് ഡി എക്സ് പ്ലസ് സി. ഇതാണ് നമ്മുടെ സൊല്യൂഷൻ. ആ സൊല്യൂഷൻ നമുക്ക് y എന്നും പറഞ്ഞ് നമുക്ക് എക്സ്പ്ലിസിറ്റ് ആയിട്ട് നമുക്ക് കൊണ്ടുവരാം. ഇത് ചെയ്യേണ്ട രീതിയും പ്രോബ്ലംസും എല്ലാം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ലീനിയർ ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്തായിരിക്കും പഠിക്കേണ്ടിയിരിക്കുന്നത്? ചില ഇക്വേഷനുണ്ട് ഡയറക്റ്റ് ലീനിയർ ഫോമിലായിരിക്കത്തില്ല, പക്ഷേ നമുക്കതിനെ എന്താക്കി കൊണ്ടുവരാൻ പറ്റും? ആ ലീനിയർ ഫോമിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്ന ടൈപ്പ് ഇക്വേഷനുകളുണ്ട്. ഓക്കെ, അത്തരം ഒരു ടൈപ്പ് ഓഫ് ഇക്വേഷനാണ് ബെർണൗളി ഇക്വേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായി? എല്ലാ ടൈപ്പ് നമ്മൾ പഠിക്കുന്നില്ല. ലീനിയർ ഫോമിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു കാറ്റഗറിയിൽപ്പെട്ട ആളാണ് ഈ ബെർണൗളി ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നതാണ് റിഡക്ഷൻ ടു ലീനിയർ ഫോം എന്ന് പറയുന്ന കൺസെപ്റ്റാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ എന്താണ് ബെർണൗളി ഇക്വേഷൻ എന്നാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ഓക്കെ, നമ്മൾ പഠിക്കാൻ പോകുന്നത് ബെർണൗളി ഇക്വേഷൻ. ഓക്കെ, ബെർണൗളി ഇക്വേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ലീനിയർ ഫോമുമായിട്ട് ഒരുപാട് സാദൃശ്യമുണ്ട്. ഇത്രേ ഉള്ളൂ. ആൻ ഇക്വേഷൻ ഓഫ് ദ ഫോം y ഡാഷ് പ്ലസ് പി ഓഫ് എക്സ് വൈ ഈക്വൽ ടു ഒരു ചെറിയ മാറ്റം ജി ഓഫ് എക്സ് വൈ റൈസ് ടു എ എന്ന് എഴുതും. കേട്ടോ, ഇവിടെ ലെഫ്റ്റ് സൈഡ് ഓക്കെയാണ്. വൈ ഡാഷ് പ്ലസ് പി ഓഫ് എക്സ് വൈ ഈക്വൽ ടു എന്ന് പറയുന്നത് അവിടെ വരെ ഓക്കെയാണ്. ആർ ഓഫ് എക്സ് എന്ന് മാത്രമേ നേരത്തെ ഉള്ളത് നമ്മൾ വന്നിട്ടുള്ളൂ. ഇവിടെ ആർ ഓഫ് എക്സ് എന്ന് വെച്ചാൽ എക്സിലുള്ള ഫംഗ്ഷൻ അല്ലെങ്കിൽ കോൺസ്റ്റന്റ് മാത്രമാണ്. പക്ഷെ ഇവിടെ അതല്ല, എക്സിലുള്ള ടേമും ഉണ്ട് അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ടേമും ഉണ്ട്. ടുഗദർ എന്തുണ്ട്? അഡീഷണൽ ആയിട്ട് വന്നിരിക്കുന്നത് നോക്കിയേ, വൈ റൈസ് ടു എ എന്ന് പറയുന്ന ടേമാണ് ഇവിടെ അഡീഷണൽ ആയിട്ട് വന്നിരിക്കുന്നത്. മനസ്സിലായോ? അതാണ് ഇവിടെ എക്സ്ട്രാ ആയിട്ട് വന്നിരിക്കുന്നത്. ബാക്കി ആരും കുഴപ്പമില്ല. നമ്മൾ ആർ ഓഫ് എക്സ് എഴുതിയതിന് പകരം ജി ഓഫ് എക്സ് എഴുതി, രണ്ട് ഫംഗ്ഷൻ ഓഫ് എക്സ് തന്നെ. ഓക്കെ, അത് പ്രോബ്ലം ഇല്ല. അപ്പം ഇവിടുത്തെ എ എന്ന് പറയുന്നത് ഇസ് എ റിയൽ നമ്പർ. ഓക്കെ, ഇനി എ റിയൽ നമ്പർ ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. സപ്പോസ് നിങ്ങൾ വിചാരിക്കുക എ ഈക്വൽ ടു 0 ആണെന്ന് വിചാരിക്കുക. എ ഈക്വൽ ടു 0 ആയിപ്പോയി കഴിഞ്ഞാൽ ഇവിടെ എന്ത് സംഭവിക്കും? y ഡാഷ് പ്ലസ് പി ഓഫ് എക്സ് വൈ ഈക്വൽ ടു ജി ഓഫ് എക്സ്. അത്രയല്ലേ വരത്തുള്ളൂ. ഇത് എന്ത് തന്നെയാണ്? ഇത് നമ്മുടെ പഴയ നേരത്തെ പഠിച്ച ലീനിയർ ഫോം തന്നെയാണ്. അപ്പം എ ഈക്വൽ ടു 1 ആണെന്നുണ്ടെങ്കിൽ ബെർണൗളിസ് ഇക്വേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ ഒരാളല്ല, നമ്മൾ നേരത്തെ പഠിച്ച അതേ ലീനിയർ ഇക്വേഷൻ തന്നെയാണ്. ഓക്കെ, സോ എ ഈക്വൽ ടു 0 എന്ന് പറയുന്ന കേസിന് അത്ര ഇമ്പോർട്ടൻസ് ഇല്ല. ഇനി നിങ്ങൾ വിചാരിക്കുക എ ഈക്വൽ ടു 1 ആണെന്ന് വിചാരിക്കുക. എങ്കിൽ ഇത് എന്തായി തോന്നും? വൈ ഡാഷ് പ്ലസ് പി ഓഫ് എക്സ് വൈ ഈക്വൽ ടു ജി ഓഫ് എക്സ് ഇൻറ്റു വൈ. ഇതിനെ നമുക്ക് വേണമെങ്കിൽ എങ്ങനെ റീറൈറ്റ് ചെയ്യാം?
വൈ ഡാഷ് പ്ലസ് പി ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ് ഇൻറ്റു വൈ ഈക്വൽ ടു 0. ഇതും എന്ത് തന്നെയാണ്? ഇതും ലീനിയർ ഫോം തന്നെയാണ്. കുറച്ചുകൂടെ എളുപ്പമാണ്. ഇത് എന്ത് ലീനിയർ ഫോമാണ്? ഇത് നമ്മുടെ ഹോമോജീനിയസ് ലീനിയർ ഫോമായി. അപ്പം ഇത് ചെയ്യാൻ നമുക്ക് പാടില്ല. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച അതേ ടെക്നിക്ക് ഉപയോഗിച്ചാൽ മതി. ശരിയല്ലേ? ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നോൺ ഹോമോജീനിയസ് അല്ലേ? നോൺ ഹോമോജീനിയസ് ലീനിയർ ഫോമിലും ഇതെന്തായിത്തീരും? ഹോമോജീനിയസ് ലീനിയർ ഫോമിലാണ്. അപ്പം ഈ ബെർണൗളിസ് ഇക്വേഷൻ്റെ അകത്ത് എയുടെ വാല്യൂ 0യോ 1ഓ വന്നു കഴിഞ്ഞാൽ അതൊരു പുതിയ മെത്തേഡല്ല. നമ്മൾ ഓൾറെഡി പഠിച്ച ലീനിയർ ഫോമിലുള്ള കണക്ക് ചെയ്യുന്നത് പോലെ തന്നെ അങ്ങ് ചെയ്താൽ മതി. അപ്പം പിന്നെ നമ്മൾ എന്തായിരിക്കും ഇനി ശ്രദ്ധിക്കാൻ പോണത്? എ എന്ന് പറയുന്ന ആള് 0യുമല്ല 1ഉമല്ല. ഇത് രണ്ടും അല്ലാത്തപ്പോൾ എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പ്രധാനമായിട്ടും പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഇത് വെച്ചുള്ള കണക്കുകളാണ് നമ്മളപ്പം ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നമ്മളൊരു സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിലാണ് നമ്മളിവിടെ ഈ കണക്ക് പോകുന്നത്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെറ്റ് നമ്മളൊരു പുതിയൊരു വേരിയബിൾ കൊണ്ടുവന്നിരിക്കുന്നു യു ഓഫ് എക്സ് ഈക്വൽ ടു വൈ ഓഫ് എക്സ് റൈസ് ടു 1 മൈനസ് എ എന്ന് നമ്മൾ കൊടുത്തു. വൈ ഓഫ് എക്സ് റൈസ് ടു 1 മൈനസ് എ. ഓക്കെ, അപ്പോൾ നമ്മൾ പുതിയൊരു സെറ്റിംഗ് നടത്തി യു ഓഫ് എക്സ് ഈക്വൽ ടു വൈ ഓഫ് എക്സ് റൈസ് ടു 1 മൈനസ് എ. ഇതിനെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ഇതിനെ നമ്മളൊന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പോവാണേ. നോക്കിക്കോളൂ, ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ നമുക്ക് എന്ത് വരും? ലെഫ്റ്റ് സൈഡിൽ യു ഡാഷ്, റൈറ്റ് സൈഡിൽ എന്ത് വരും? ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുത്താൽ വൈ ഓഫ് എക്സ്, ഞാൻ വൈ എന്ന് എഴുതുന്നു, വൈ ഓഫ് എക്സ് എന്നില്ല, 1 മൈനസ് എ മൈനസ് 1, അതായത് എന്ത് മാത്രം? മൈനസ് എ. ഇനി ഡെറിവേറ്റീവ് ഓഫ് വൈ, ദാറ്റ് ഇസ് വൈ ഡാഷ്. ഇതായിരിക്കുമല്ലോ വരുന്നത്. ഇതിനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? നോക്കിയേ, 1 മൈനസ് എ വൈ റൈസ് ടു മൈനസ് എ. വൈ ഡാഷ് എന്ന് വെച്ചതേ നമ്മുടെ ഇക്വേഷൻ ഏതാ? വൈ ഡാഷ് പ്ലസ് പി ഓഫ് എക്സ് വൈ ഈക്വൽ ടു ജി ഓഫ് എക്സ് ഇൻറ്റു വൈ റൈസ് ടു അല്ലേ? അവിടുന്ന് വൈ ഡാഷ് ഈക്വൽ ടു എന്നും പറഞ്ഞ് നമുക്ക് എഴുതാമല്ലോ. ഓക്കെ, അപ്പം വൈ ഡാഷ് ഈക്വൽ ടു വന്നു കഴിഞ്ഞാൽ എന്ത് വരും? ജി ഓഫ് എക്സ് വൈ റൈസ് ടു എ മൈനസ് പി ഓഫ് എക്സ് ഇൻറ്റു വൈ എന്ന് നമുക്ക് എഴുതാമല്ലോ. ഓക്കെ, അപ്പോൾ അതാണ് ഞാൻ ഇവിടെ എഴുതാൻ പോണത്. ഓക്കെ, സോ യു ഡാഷ് ഈക്വൽ ടു 1 മൈനസ് എ. അപ്പോൾ നമ്മൾ വൈ റൈസ് ടു മൈനസ് എ ഇൻറ്റു വൈ ഡാഷ്. ഓക്കെ, ഈ വൈ ഡാഷ് ആണല്ലോ നമുക്ക് റീപ്ലേസ് ചെയ്യണം. താഴേക്ക് മാറ്റി എഴുതുവാണ് ഈ വൈ ഡാഷ്. ഇവിടെ തന്നെ എഴുതാം. ഈ വൈ ഡാഷ് എന്ത് വരും? ജി ഓഫ് എക്സ് ഇൻറ്റു വൈ റൈസ് ടു എ. ഞാൻ ഇപ്പം ജി എന്ന് മാത്രമേ എഴുതുന്നുള്ളൂ. ജി ഓഫ് എക്സ് ഇൻറ്റു വൈ റൈസ് ടു എ മൈനസ് എന്താ? പി ഓഫ് വൈ. ഇതെങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായല്ലോ. മാറ്റി എഴുതണോ? അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. ഞാൻ വൈ ഡാഷ് മാറ്റി എഴുതി വേറെ എവിടുന്നുമല്ല, നമ്മുടെ ഇക്വേഷൻ വൈ ഡാഷ് പ്ലസ് പി ഓഫ് എക്സ് വൈ ഇൻറ്റു വൈ അല്ല പി ഓഫ് എക്സ് ഇൻറ്റു വൈ ഈക്വൽ ടു ജി ഓഫ് വൈ റൈസ് ടു എ എന്നുള്ള ഇക്വേഷനെയാണ് ഇവിടെ ഞാൻ വൈ ഡാഷ് ഈക്വൽ ടു എന്നും പറഞ്ഞ് എഴുതിയിരിക്കുന്ന ആളാണ് ഈ കിടക്കുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ. സോ യു ഡാഷ് ഈക്വൽ ടു എന്ത് വരും? ഞാൻ ഇതിനെ അകത്തേക്ക് ഗുണിക്കാൻ പോവാം. ഈ ടേമിനെയൊക്കെ അകത്തേക്ക് ഗുണിക്കാൻ പോവാം. ഓക്കെ, അകത്തേക്ക് ഗുണിച്ചു കഴിഞ്ഞാൽ അതെന്ത് വരും? 1 മൈനസ് എ ജി. വൈ റൈസ് ടു മൈനസ് എയും വൈ റൈസ് ടു എയും തമ്മിൽ അങ്ങ് ക്യാൻസൽ ആയി പോകും. ഓക്കെ, മൈനസ്. ഓക്കെ, 1 മൈനസ് എ അവിടെ തന്നെ നിർത്തി. ഓക്കെ, ഞാൻ വൈ റൈസ് ടു മൈനസ് എ ആണ് അകത്തേക്ക് ഗുണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് വൈ റൈസ് ടു മൈനസ് എ അകത്തേക്ക് പോയി കഴിഞ്ഞാൽ എന്ത് വരും? വൈ റൈസ് ടു 1 മൈനസ് എ. ഓക്കെ, ഓക്കെ ആണല്ലോ. ഇനി എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വൈ റൈസ് ടു 1 മൈനസ് എ, ഈ വൈ റൈസ് ടു 1 മൈനസ് എ ആണ് നമ്മൾ എന്തെന്ന് വിളിച്ചിരിക്കുന്നത്? യു എന്ന് വിളിച്ചിരിക്കുന്നത്. സോ ഞാൻ ഇവിടെ ആ യു കൊണ്ടങ്ങ് റീപ്ലേസ് ചെയ്യാൻ പോവാണേ. യു ഡാഷ് ഈക്വൽ ടു 1 മൈനസ് എ ജി ഓഫ് പി എന്താ? യു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ മാറ്റി എഴുതാം?
യു ഡാഷ് ഈക്വൽ ടു 1 മൈനസ് എ ജി ഇൻറ്റു, ഇത് ജസ്റ്റ് തിയറിയാണ്, നിങ്ങളൊന്ന് കേൾക്കുക, 1 മൈനസ് എ പി ഇൻറ്റു യു നമുക്ക് കിട്ടി. ഇതിന് ഞാനൊന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? യു ഡാഷ്, ഈ 1 മൈനസ് പി യുവിനെ ഞാൻ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ പ്ലസ് 1 മൈനസ് എ പി യു, റൈറ്റ് സൈഡിൽ എന്ത് വരും? 1 മൈനസ് എ ജി. ഇപ്പം എന്തായി തീർന്നു? ഇതിപ്പോൾ നമ്മുടെ നേരത്തെ നമ്മൾ പഠിച്ച ലീനിയർ ഫോമിലുള്ള ഇക്വേഷൻ ആയി തീർന്നു. ഏതാ? വൈ ഡാഷ് പ്ലസ് പി വൈ ഈക്വൽ ടു ആർ എന്ന് നമ്മൾ പഠിച്ചില്ലേ? ആ ഫോമിൽ തന്നെ ആയി തീർന്നു. ഇവിടെ വൈയുടെ സ്ഥാനത്ത് ആര് വന്നിരിക്കുന്നു? യു വന്നിരിക്കുന്നു. ഓക്കെ, ഇവിടെ വൈ ഡാഷ് ഇതിന് പകരം എന്ത് വന്നിരിക്കുന്നു? യു ഡാഷ്. ഇവിടെ വൈക്ക് പകരം എന്ത് വന്നിരിക്കുന്നു? യു വന്നിരിക്കുന്നു. ബാക്കി നോക്കിയേ, ആ പി എന്ന് പറയുന്ന ആൾക്ക് പകരം വന്നിരിക്കുന്നതാണ് എന്ത്? ഈ 1 മൈനസ് എ ഇൻറ്റു പി. ആ ആർ എന്ന് പറഞ്ഞ ആൾക്ക് പകരം വന്നിരിക്കുന്നതാണ് എന്ത്? 1 മൈനസ് എ ഇൻറ്റു ജി എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ എന്ത്? ലീനിയർ ഫോം. ഇപ്പം ഇതൊരു ലീനിയർ ഫോമിലായി തീർന്നു. ഇത് ലീനിയർ ഫോമിലായതുകൊണ്ട് തന്നെ ഇതിനെ സോൾവ് ചെയ്യാൻ നമുക്കറിയാം. അപ്പം വ്യത്യാസം ഇത്രേ ഉള്ളൂ. നമ്മൾ നേരത്തെ വൈയിലും എക്സിലും കണക്ക് ചെയ്തതിന് പകരം ഈ കേസിൽ നമ്മൾ എന്തെങ്കിലും ചെയ്യണം? ആ യുവിലും എക്സിലും ചെയ്യണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ആ യു ഈക്വൽ ടു എന്നും പറഞ്ഞ് ആൻസർ എഴുതണം. ശരിയല്ലേ? എന്നിട്ട് ഓൾറെഡി ഉള്ള യുവിൻ്റെ സബ്സ്റ്റിറ്റ്യൂഷൻ നമുക്ക് എന്തറിയാം? എന്താ? ആ യു ഈക്വൽ ടു വൈ ഓഫ് എക്സ് റൈസ് ടു 1 മൈനസ് എ ആണെന്ന് നമുക്കറിയാം. അപ്പോൾ അതിന് നമ്മൾ അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. അവിടെ നമുക്കിപ്പോൾ വൈ കിട്ടും. പിടികിട്ടിയോ? നമുക്കൊരു കണക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഐഡിയ മനസ്സിലായല്ലോ. നോക്കിയേ, അപ്പം തുടക്കത്തിൽ നോൺ ഹോമോജീനിയസ് ആയിരുന്ന ഈ പ്രോബ്ലത്തെ നമ്മൾ എന്തായിട്ട് കൺവേർട്ട് ചെയ്തു? ഒരു നോൺ ഹോമോജീനിയസ് അല്ല, ലീനിയർ അല്ലാത്തൊരു പ്രോബ്ലത്തെ നമ്മൾ എന്താക്കി കൺവേർട്ട് ചെയ്തു? ആ ലീനിയർ ആക്കി കൺവേർട്ട് ചെയ്തു. പക്ഷേ ഇൻ ടേംസ് ഓഫ് യു ആൻഡ് എക്സ് ആണെന്ന് മാത്രമേ ഉള്ളൂ. ഇത് സോൾവ് ചെയ്യാൻ നമുക്കറിയാം. സോ നമ്മൾ നേരത്തെ പഠിച്ച ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് ഇതിനെ അങ്ങോട്ട് സോൾവ് ചെയ്യുക, എന്നിട്ട് റീസബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഫൈനൽ ആൻസർ എഴുതുക. ഓക്കെ, അപ്പോൾ നമുക്കൊരു പ്രോബ്ലത്തിലേക്ക് പോയി നോക്കാം. ഒരു എക്സാമ്പിൾ. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്രോബ്ലം ഇതാണ്. y ഡാഷ് ഈക്വൽ ടു എ വൈ മൈനസ് ബി വൈ സ്ക്വയർ. ഇവിടെ എ ബി എന്നൊക്കെ പറയുന്ന ആൾക്കാർ കോൺസ്റ്റന്റ് ആണ്. y എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമല്ല, നമ്മുടെ y ഓഫ് എക്സ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ മാറ്റി എഴുതാം? ഇതിനെ ആദ്യം ബെർണൗളിസ് ഫോമിൽ കൊണ്ടുവരണമല്ലോ. സോ നമ്മൾ ബെർണൗളിസ് ഫോമിലേക്ക് അതിനെ മാറ്റി എഴുതും. y ഡാഷ് മൈനസ് എ വൈ ഈക്വൽ ടു മൈനസ് ബി വൈ സ്ക്വയർ. ശരിയല്ലേ? നമ്മൾ കണ്ടു, മുകളിൽ നമ്മൾ എഴുതി. നമ്മുടെ ബെർണൗളിസ് ഫോം ഏതാ? ആ വൈ ഡാഷ് പ്ലസ് പി ഓഫ് എക്സ് വൈ ഈക്വൽ ടു ക്യൂ വൈ റൈസ് ടു എ. ഇതാണല്ലോ ബെർണൗളിസ് ഫോം. ആ ഫോമിലാണല്ലോ ഇത് കിടക്കുന്നത്. ഇവിടെ എയുടെ സ്ഥാനത്ത് എത്ര വന്നിരിക്കുന്നത്? ആ എയുടെ സ്ഥാനത്ത് 2 ആണ് വന്നിരിക്കുന്നത്. ശരിയല്ലേ? അപ്പം നമ്മുടെ ഇവിടെ എ ഈക്വൽ ടു 2 ആണ്. സോ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, സെറ്റ് ചെയ്യണം. യു ഈക്വൽ ടു എന്തായിരുന്നു? യു ഈക്വൽ ടു നമ്മൾ പ്രോബ്ലത്തിൽ സെറ്റ് ചെയ്ത് നിങ്ങൾ നോക്കിയേ, വൈ റൈസ് ടു 1 മൈനസ് എ. അപ്പോൾ ഞാനിവിടെ സെറ്റ് ചെയ്യാൻ പോവാം. y raised to 1 minus 2, that is y raised to minus 1. നമ്മൾ സെറ്റ് ചെയ്തല്ലോ. ഇനി എന്തായാലും ചെയ്യേണ്ടത്? ഇതിൻ്റെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പോവാം. യു ഡാഷ് ഈക്വൽ ടു മൈനസ് 1 y raised to minus 2 ഡെറിവേറ്റീവ് ഓഫ് y ഡാഷ്. ശരിയാണല്ലോ? സോ ദിസ് ഈസ് ഈക്വൽ ടു മൈനസ് y raised to minus 2 ഇൻറ്റു y ഡാഷ്. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടത്? ഈ കിടക്കുന്ന വൈ ഡാഷിന് പകരം നമ്മൾ ക്വസ്റ്റ്യനിൽ നിന്നും വൈ ഡാഷ് എത്രയാണെന്ന് എടുത്ത് എഴുതുക. വൈ ഡാഷ് നമുക്കറിയാം എന്ത്? എ വൈ മൈനസ് ബി വൈ സ്ക്വയർ ആണെന്ന് നമുക്കറിയാം. സോ ഞാനത് അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകും. എ വൈ മൈനസ് ബി വൈ സ്ക്വയർ. സോ യു ഡാഷ് ഈക്വൽ ടു ഈ മൈനസ് വൈ റൈസ് ടു മൈനസ് 2 അകത്തോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? മൈനസ് എ വൈ റൈസ് ടു മൈനസ് 1 പ്ലസ് ബി പ്ലസ് ബി ഓലാണ് മൈനസ് മൈനസ് വൈ റൈസ് ടു മൈനസ് 2 വൈ സ്ക്വയർ നമ്മുടെ ക്യാൻസൽ ആയിപ്പോയി. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടി. ശരിയാണല്ലോ? ഇതിനെ നമ്മൾ നോക്കിയേ, ഇതിൽ വൈ റൈസ് ടു മൈനസ് 1നെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? യു എന്ന് വിളിക്കുന്നത്. ശരിയല്ലേ? ഈ വൈ റൈസ് ടു മൈനസ് 1നെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? യു എന്ന് വിളിക്കുന്നത്. സോ നമ്മൾ അതങ്ങോട്ട് എഴുതുകയാണ്.
മൈനസ് എ യു പ്ലസ് ബി. സോ ഇവിടെ നമുക്ക് എന്ത് എഴുതാം? യു ഡാഷ് പ്ലസ് എ യു ഈക്വൽ ടു ബി. ഇതിപ്പം ഏത് ഫോമിലായി തീർന്നു? ഇത് നമ്മുടെ ലീനിയർ ഫോമിലായി തീർന്നു. ശരിയല്ലേ? ലീനിയർ ഫോമിലായി തീർന്നു. ലീനിയർ ഫോമിലായി കഴിഞ്ഞാൽ പിന്നെ കണക്ക് ചെയ്യാൻ നമുക്കറിയാം. നമ്മൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ച പോലെ അങ്ങ് ചെയ്യുക. ഇവിടുന്ന് ഇൻ്റഗ്രേറ്റീവ് ഫാക്ടർ എടുക്കുക. ഞാനത് ഓൾറെഡി അങ്ങ് എഴുതി വെച്ചു. ഓക്കെ, ജസ്റ്റ് ഉള്ളൂ. അപ്പോൾ യു ഡാഷ് പ്ലസ് എ യു ഈക്വൽ ടു ബി ആണല്ലോ. ഞാനത് ഓൾറെഡി അങ്ങ് ചെയ്തു വെച്ചിട്ടുണ്ട്. ഇവിടെ എന്താണ്? യു ഡാഷ് പ്ലസ് എ യു ഈക്വൽ ടു ബി എന്നാണല്ലോ നമുക്ക് കിട്ടിയത്. നമ്മുടെ ഒറിജിനലായിട്ട് എപ്പോഴും ഒരു കമ്പാരിസൺ മനസ്സിൽ കിടന്നോട്ടെ. ഇതായിരുന്നല്ലോ അല്ല, നമുക്ക് തെറ്റിപ്പോയി പലപ്പോഴും. ഇതല്ലേ നമ്മുടെ യഥാർത്ഥ ലീനിയർ ഫോം? വൈ ഡാഷ് പ്ലസ് പി ഓഫ് എക്സ് വൈ ഈക്വൽ ടു ആർ ഓഫ് എക്സ്. വ്യത്യാസം എന്താ? നമ്മുടെ വൈയുടെ സ്ഥാനത്ത് ഇവിടെ യു വന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ സോൾവ് ചെയ്യാൻ വേണ്ടി ആദ്യം എന്ത് ചെയ്യും? ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ കണ്ടുപിടിക്കും. എന്താണ് ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ? ഇ റൈസ് ടു ഇൻ്റഗ്രൽ പി ഡി എക്സ് എന്ന് വെച്ചാൽ എന്താ? ഇ റൈസ് ടു ഇൻ്റഗ്രൽ എ ഡി എക്സ്. കാരണം എന്താ? പിയുടെ സ്ഥാനത്ത് ഇവിടെ ആരാ വന്നിരിക്കുന്നത്? എ വന്നിരിക്കുന്നത്. എ ഇസ് എ കോൺസ്റ്റന്റ്. അപ്പോൾ ഇൻ്റഗ്രൽ എ ഡി എക്സ്. സോ ദിസ് ഇസ് ഈക്വൽ ടു ഇ റൈസ് ടു എ എക്സ് എന്ന് നമുക്ക് കിട്ടി. ഇനി നമുക്ക് നമ്മുടെ സൊല്യൂഷൻ എന്താ? നമുക്കറിയാലോ നമ്മുടെ സൊല്യൂഷൻ y e raised to integral p dx into integral r e raised to integral p dx dx plus c. അപ്പോൾ ഇവിടത്തെ കേസിൽ yക്ക് വരെ എന്താകും? u ആകും. ഓക്കെ, സോ നമ്മളപ്പോൾ എഴുതും u e raised to integral, അതായത് u e raised to x ഈക്വൽ ടു ഇൻ്റഗ്രൽ r. ആറിൻ്റെ സ്ഥാനത്ത് ഇവിടെ ആരാ വന്നിരിക്കുന്നത്? b അല്ലേ? പിന്നെ e raised to integral p dx, അത് e raised to x dx plus c. So this is equal to b into e raised to x in integral. b is a constant അതുപോലെ e raised to x in integral എന്താ? e raised to x by a plus c. അപ്പോൾ നമുക്ക് ഇവിടുന്ന് എന്ത് കിട്ടി? u e raised to x equal to b e raised to x by a plus c നമുക്ക് കിട്ടി. ഇവിടെ നമുക്ക് u ഈക്വൽ ടു കണ്ടുപിടിക്കാം. u ഈക്വൽ ടു കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? എല്ലായിടത്തുനിന്നും e raised to x കൊണ്ട് അങ്ങ് ഹരിക്കണം. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ e raised to x കൊണ്ട് ഹരിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? u തന്നെ കിട്ടും. റൈറ്റ് സൈഡിൽ e raised to x കൊണ്ട് ഹരിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് b ബൈ എ കിട്ടും. പിന്നെ c ഡിവൈഡ് ബൈ ഇ റൈസ് ടു എക്സ്, അതായത് എന്താ? c ഇ റൈസ് ടു മൈനസ് എ എക്സ് കിട്ടിയല്ലോ. അപ്പോൾ നമുക്ക് u ഈക്വൽ ടു എന്താണെന്ന് കിട്ടിക്കഴിഞ്ഞു. ഇനി u കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് അടുത്ത് എന്ത് ചെയ്യണം? നമ്മൾ ഫൈനൽ സൊല്യൂഷൻ വെച്ചാൽ നമുക്ക് y ഈക്വൽ ടു എന്ന് പറഞ്ഞാണല്ലോ വരേണ്ടത്. അപ്പോൾ നമ്മൾ ഓൾറെഡി തന്നെ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തായിരുന്നു y? u ഈക്വൽ ടു നമ്മൾ സെറ്റ് ചെയ്ത് ഇങ്ങനെയല്ലേ? u ഈക്വൽ ടു വൈ റൈസ് ടു മൈനസ് 1 എന്നാണല്ലോ നമ്മൾ സെറ്റ് ചെയ്തത്. u ഈക്വൽ ടു വൈ റൈസ് ടു മൈനസ്, ഈ വൈ റൈസ് ടു മൈനസ് 1 വെച്ചാൽ എന്താ? 1/y. അപ്പോൾ u ഈക്വൽ ടു 1/y. അപ്പോൾ ഇവിടുന്ന് y ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? 1/u. സോ നമുക്ക് y എഴുതാൻ എളുപ്പമാണ്. അപ്പം y ഈക്വൽ ടു 1/u. സോ ദിസ് ഈസ് ഈക്വൽ ടു 1/b/a പ്ലസ് c e റൈസ് ടു മൈനസ് എക്സ്. സോ ദിസ് ഈസ് ദ സൊല്യൂഷൻ. ഇതാണ് നമ്മുടെ സൊല്യൂഷൻ. അപ്പോൾ നമ്മൾ ചെയ്ത പരിപാടി ഇത്രേ ഉള്ളൂ. നമ്മുടെ ബെർണൗളീസ് ഇക്വേഷൻ നമ്മൾ ഏത് ഫോമിലേക്ക് കൊണ്ടുവന്നു? ലീനിയർ ഫോമിലേക്ക് കൊണ്ടുവന്നു. ലീനിയർ ഫോമിലേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയെല്ലാം എന്താ? നമ്മൾ ഓൾറെഡി പഠിച്ചതുപോലെ തന്നെ. ഒറ്റ ശ്രദ്ധിക്കേണ്ട വ്യത്യാസം എന്താ? y എന്ന് എഴുതുന്നതിന് പകരം നമ്മൾ u എന്നേ എഴുതത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു കണക്കോടെ ചെയ്ത് നോക്കാം. ഞാൻ ഓൾറെഡി അത് സോൾവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഞാൻ വേണേൽ അത് ഒന്നുകൂടെ വേണമെങ്കിൽ അങ്ങ് ചെയ്യാം, അതായിരിക്കും നല്ലത്. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ഇതാണ് ക്വസ്റ്റ്യൻ. dy by dx, okay, dy by dx equal to x cube y square, x cube y square plus xy. കണ്ടോ? ഇങ്ങനെ ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും ടേമിന് ഷഫിൾ ചെയ്തിട്ടുണ്ടാവും. നമ്മളതിനെ ഐഡന്റിഫൈ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ നോക്കിയേ, ഇയാൾ ലെഫ്റ്റിലേക്ക് വരേണ്ട ആളാ, ഇയാൾ മാത്രം വേണം റൈറ്റിൽ നിൽക്കാൻ. അപ്പോൾ നമ്മൾ അതിനെ റീഅറേഞ്ച് ചെയ്താൽ, കാരണം എന്നാൽ നമ്മുടെ ഫോം ഏതാ? നമ്മുടെ ഫോം എന്ന് വെച്ച് കഴിഞ്ഞാൽ dy by dx പ്ലസ് p of x y ഈക്വൽ ടു q y റൈസ് ടു a അല്ലെ y റൈസ് ടു a. ഇതാണല്ലോ നമ്മുടെ ഫോം. അതിലെ a എന്ന് പറയുന്നത് എന്തല്ല? 0 അല്ല 1 അല്ല. അപ്പോൾ എന്ത്? ഇവിടെ നമുക്ക് ആ ഫോമിലേക്ക് കൊണ്ടുവരണം. dy by dx മൈനസ് xy ഈക്വൽ ടു
എക്സ് ക്യൂബ് വൈ സ്ക്വയർ. ഇപ്പം നമ്മളിത് ഏത് ഫോമിൽ എത്തിക്കഴിഞ്ഞു? നമ്മുടെ ബെർണൗളി ഫോമിൽ എത്തിക്കഴിഞ്ഞു. ബെർണൗളി ഫോമിൽ എത്തിക്കഴിഞ്ഞ് നമ്മൾ നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടത്? നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം അല്ലേ? സെറ്റ് യു ഈക്വൽ ടു വൈ റേസ് ടു 1 മൈനസ് എ. അതായത് എയുടെ സ്ഥാനത്ത് ഇവിടെ എത്ര വന്നിരിക്കുന്നത്? 2. സോ യു ഈക്വൽ ടു വൈ റേസ് ടു -1 എന്ന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു. ഇവിടെ നമ്മൾ എന്താണ് നെക്സ്റ്റ് ചെയ്യേണ്ട സ്റ്റെപ്പ് ഏതാ? ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പോൾ യു ഡാഷ് ഈക്വൽ ടു -1 വൈ റേസ് ടു -2 വൈ ഡാഷ്. സോ വൈ റേസ് ടു -2 നമ്മൾ വൈ ഡാഷിന് വരെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം അല്ലേ? വൈ ഡാഷ് അതായത് ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു നമ്മൾ എന്ത് കൊടുക്കുന്നു? എക്സ് ക്യൂബ് വൈ സ്ക്വയർ പ്ലസ് എക്സ് വൈ എന്ന് നമ്മൾ കൊടുത്തു ആണല്ലോ. അപ്പോൾ ഇതെന്തായി തീരും? സോ യു ഡാഷ് ഈക്വൽ ടു അകത്തേക്ക് ഗുണിക്കണം വൈ റൈസ് ടു -2. സോ എന്ത് സംഭവിക്കും? മൈനസ് എക്സ് ക്യൂബ് വൈ റൈസ് ടു -2 വൈ സ്ക്വയറും ക്യാൻസൽ ആയി പോകും. മൈനസ് എക്സ് വൈ റൈസ് ടു -2 വൈ തമ്മിൽ ഗുണിച്ചു കഴിഞ്ഞാൽ വൈ റൈസ് ടു -1. നമുക്കറിയാം ഈ വൈ റൈസ് ടു -1 ആണ് എന്ത്? യു എന്ന് നമ്മൾ വിളിക്കുന്ന ആൾ. വന്നല്ലോ. സോ ഇവിടെ നമുക്ക് എന്ത് കിട്ടും? യു ഡാഷ് ഈ മൈനസ് എക്സ് യു നമ്മൾ ലെഫ്റ്റിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ എക്സ് യു ഈക്വൽ ടു മൈനസ് എക്സ് ക്യൂ. ശരിയല്ലേ? ഒരു മൈനസ് നോക്കട്ടെ. മൈനസ് എക്സ് ക്യൂബ് ആയിരുന്നു. ശരിയല്ലേ? മൈനസ് എക്സ് ഇപ്പം നമ്മൾ ഇരിക്കുന്നത് കറക്റ്റാണ്. സോ ദിസ് ഈസ് ഇതാണ് എന്ത്? ഇതാണ് നമ്മുടെ ലീനിയർ ഫോം എന്ന് പറയുന്നത്. ഓക്കെ, യഥാർത്ഥത്തിൽ നമ്മുടെ ലീനിയർ ഫോം എന്ന് വെച്ചാൽ നമുക്കറിയാം ഏതാ? ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് പി വൈ ഈക്വൽ ടു ആർ എന്ന് പറയുന്നതാണ് നമ്മുടെ ലീനിയർ ഫോം. അപ്പോൾ ഇവിടുന്ന് ഇന്റഗ്രേറ്റീവ് ഫാക്ടർ നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. നമ്മുടെ ഇന്റഗ്രേറ്റീവ് ഫാക്ടർ എന്താ? ഇ റൈസ് ടു ഇന്റഗ്രൽ പി ഡി എക്സ് അതല്ലേ നമ്മുടെ ഇന്റഗ്രേറ്റീവ് ഫാക്ടർ. അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്ക് എന്ത് വരും? ഇവിടെ വരുമ്പോഴത്തേക്ക് ഇ റൈസ് ടു ഇന്റഗ്രൽ പിയുടെ സ്ഥാനത്ത് ആരാ വന്നിരിക്കുന്നത്? എക്സ് എക്സ് ഡി എക്സ്. ശരിയല്ലേ? ഇ റൈസ് ടു ഇന്റഗ്രൽ എക്സ് ഡി എക്സ്. എക്സിന്റെ ഇന്റഗ്രൽ എന്ത് വരും? എക്സ് സ്ക്വയർ ബൈ 2. സോ നമുക്ക് എന്ത് കിട്ടും? ഇ റൈസ് ടു എക്സ് സ്ക്വയർ ബൈ 2 എന്നുള്ളതാണ് നമ്മുടെ ഇന്റഗ്രേറ്റീവ് ഫാക്ടർ. ഇനി നമുക്ക് സൊല്യൂഷനിലേക്ക് പോകാം. നമ്മുടെ സൊല്യൂഷൻ ആക്ച്വൽ സൊല്യൂഷൻ ഏതാ? വൈ ഇ റൈസ് ടു ഇന്റഗ്രേറ്റീവ് ഫാക്ടർ ഇന്റഗ്രൽ ആർ ഇ റൈസ് ടു ഇന്റഗ്രൽ പി ഡി എക്സ് പ്ലസ് സി. ഇതാണ് നമ്മുടെ ആക്ച്വൽ. നമ്മൾ ഇവിടെ എഴുതുമ്പോഴത്തേക്ക് പക്ഷേ നമ്മൾ എന്ത് എഴുതണം? യു അല്ലേ? ഇ റൈസ് ടു ഇന്റഗ്രൽ പി ഡി എക്സ് വെച്ചാൽ എക്സ് സ്ക്വയർ ബൈ 2 ഇന്റഗ്രൽ ആറിന്റെ സ്ഥാനത്ത് ഇവിടെ എന്താ വന്നിരിക്കുന്നത്? മൈനസ് എക്സ് ക്യൂബാണ് നമുക്ക് ആറിന്റെ സ്ഥാനത്ത് വന്നിരിക്കുന്നത്. സോ മൈനസ് എക്സ് ക്യൂബ് ഇ റൈസ് ടു ഇന്റഗ്രൽ പി ഡി എക്സ് നമുക്കറിയാം ഇ റൈസ് ടു എക്സ് സ്ക്വയർ ബൈ 2 ഡി എക്സ് പ്ലസ് സി. ശരിയാണല്ലോ? ഓക്കെ, നമ്മളിതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഇവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ നോക്കിയേ, ഇതിനെയാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ നമുക്കൊരു പ്രധാന വെല്ലുവിളി അല്ലേ? സോ നമുക്കിവിടെ ഒരു കാര്യം ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതായിരിക്കും എളുപ്പം. നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യണേ. അപ്പം നമ്മൾ ചെയ്യുന്ന പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ പുട്ട് എക്സ് സ്ക്വയർ ബൈ 2നെ ഞാനൊരു ടി എന്നങ്ങ് വിളിച്ചു. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടും? 2x dx by 2 ഈക്വൽ ടു ഡി ടി അല്ലെങ്കിൽ എക്സ് ഡി എക്സ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി? ആ ഡി ടി നമുക്ക് കിട്ടി. അപ്പം ഇതെന്തായിത്തീരും? നമ്മുടെ ഈ ഇക്വേഷൻ എന്തായിത്തീരും? യു ഇ റൈസ് ടു എക്സ് സ്ക്വയർ ബൈ 2നെയാണ് നമ്മൾ എന്ത് വിളിച്ചത്? അങ്ങോട്ട് ടി എന്ന് നമ്മൾ വിളിച്ചത് ഈക്വൽ ടു ഇൻ്റഗ്രൽ ദേ ഇവിടുത്തെ എക്സ് ക്യൂബ് ആണല്ലോ. ഓക്കെ, ഈ എക്സ് ക്യൂബ് ഡി എക്സ് ഉള്ള ടേം കണ്ട
ഈ എക്സ് ക്യൂബ് ഡി എക്സിന് വേണമെങ്കിൽ ഞാൻ സൈലോട്ട് എഴുതി കാണിക്കാം. ഞാൻ ഒരു ചെയ്യുന്ന പരിപാടി ഇതാണ്. എക്സ് ക്യൂബ് ഡി എക്സിനെ ഞാൻ എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് ഡി എക്സിന് എഴുതി. ഓക്കെ, ആരെ എഴുതിക്കുന്നത്? എക്സ് ക്യൂബ് ഡി എക്സിനെ ഞാൻ എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് ഡി എക്സിന് എഴുതി. ഈ എക്സ് സ്ക്വയർ നമുക്ക് എന്ത് എഴുതാം? 2t എന്ന് എഴുതാം. കാരണം എക്സ് സ്ക്വയർ ബൈ 2 ആണല്ലേ ടി. സോ ഇത് 2t. ഓക്കെ, ഒരു എക്സ് മിസ്സിംഗ് ആണ്, അത് ഞാൻ ലാസ്റ്റ് എഴുതാം. ഇ റേസ് ടു എക്സ് സ്ക്വയർ ബൈ 2ന് ഞാൻ എന്ത് എഴുതി? ഇ റേസ് ടു ടി. അപ്പം എക്സ് ഡി എക്സിന് വരെ ഞാൻ എന്ത് എഴുതി? ഡി ടി എന്ന് എഴുതി. മനസ്സിലായ പരിപാടി? സോ നമുക്ക് ഇങ്ങനെ കിട്ടി പ്ലസ് സി. ഓക്കെ, അപ്പം നമ്മളിതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പോവാം. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് വരും? ആക്ച്വലി ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന ഈ ഭാഗത്ത് മാത്രം സബ്സ്റ്റിറ്റ്യൂഷൻ ആവശ്യമില്ല, ലെഫ്റ്റ് സൈഡിൽ ചെയ്താലും കുഴപ്പമില്ല. ഓക്കെ, ഞാനത് പറയുന്നില്ല, നിങ്ങൾ യുക്തി പറഞ്ഞ് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യാം? ആ ഫസ്റ്റ് ഫംഗ്ഷൻ -2നെ ഞങ്ങൾ പുറത്തെടുത്തു. ഓക്കെ, മിച്ചം എന്താ വരുന്നത്? ടി ഇ റേസ് ടു ടി ഡി ടി പ്ലസ് സി. ഓക്കെ, -2. ഫസ്റ്റ് ഫംഗ്ഷൻ്റെ ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ടി, ദാറ്റ് ഇസ് 1 ഇൻറ്റു ഇ റേസ് ടു ടി ഡി ടി. ഓക്കെ, പ്ലസ് സി. സോ ദിസ് ഈസ് ഈക്വൽ ടു -2. ഇതിൻ്റെ ഇൻ്റഗ്രൽ ഇ റേസ് ടു ടി തന്നെ. ഓക്കെ, സോ നമുക്ക് എന്ത് കിട്ടും? യു ഇ റേസ് ടു ടി ഈക്വൽ ടു -2 ഇ റേസ് ടു ടി. അല്ലെങ്കിൽ ഒരു കാര്യം, ഇവിടുന്ന് ഇ റേസ് ടു ടി അങ്ങ് കോമൺ എടുക്കാം, അതായിരിക്കും കുറച്ചുകൂടെ ഭംഗി. ഇവിടുന്ന് എല്ലായിടത്തും ഇ റേസ് ടു ടി ഉണ്ടല്ലോ, കിട്ടുമല്ലോ. ഇത് ഈക്വൽ ടു ആണ്. സോ യു ഇ റേസ് ടു ടി ഈക്വൽ ടു -2 ഇ റേസ് ടു ടി ഓഫ് ടി മൈനസ് 1 സി എന്ന് എഴുതി. നമുക്ക് ഈ ടി നമുക്ക് ആൻസർ കിട്ടി. നമുക്ക് പക്ഷേ ഇങ്ങനെ ഇ റേസ് ടിയും യു ഒന്നും അല്ലല്ലോ നമുക്ക് വേണ്ടത്, നമുക്ക് ഒറിജിനൽ ടേം അല്ലേ വേണ്ടത്. അപ്പോൾ ആക്ച്വലി നമ്മുടെ യു എന്ന് വെച്ചാൽ എന്തായിരുന്നു? നമ്മുടെ ക്വസ്റ്റ്യനില്ല. നമ്മുടെ ക്വസ്റ്റ്യനിലെ യു എന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കുക, യു ഈക്വൽ ടു വൈ റേസ് ടു -1 ആണ്. സോ നമ്മളത് കൊടുക്കുന്നു വൈ റേസ് ടു -1. ഇ റേസ് ടു ടി, ടി എന്ന് വെച്ചാൽ എന്തായിരുന്നു? നമ്മുടെ എക്സ് സ്ക്വയർ ബൈ 2. അപ്പോൾ ഇ റേസ് ടു എക്സ് സ്ക്വയർ ബൈ 2, എക്സ് സ്ക്വയർ ബൈ 2 -1 പ്ലസ് സി. ഓക്കെ, അപ്പം നമുക്ക് വേണ്ടത് പക്ഷേ ഇവിടെ നമുക്ക് പറയുകയാണെങ്കിൽ വൈ ഇൻവേഴ്സ്. ഈ വൈ ഇൻവേഴ്സ് അത് ഇ റേസ് ടു എക്സ് സ്ക്വയർ ബൈ 2 കൊണ്ട് നിങ്ങൾ ഹരിക്കാൻ പോവാം. -2 ഇവിടെ ഹരിച്ചു കഴിഞ്ഞാൽ അത് ടേം ക്യാൻസൽ ആയി. ഇപ്പോൾ മിച്ചം എന്ത് വരും? എക്സ് സ്ക്വയർ ബൈ 2 -1 പ്ലസ് സി. നമ്മൾ ഹരിക്കുമ്പോൾ -x സ്ക്വയർ ബൈ 2 എന്ന് നമുക്ക് കിട്ടി. ഇത് നമുക്ക് എന്താ? വൈ ഇൻവേഴ്സ് ആണ് കിട്ടിയിരിക്കുന്നത്. ഈ വൈ ഇൻവേഴ്സ് എന്ന് വെച്ചാൽ ആക്ച്വലി ആരാ? 1/y. അപ്പം ചുരുക്കി പറഞ്ഞാൽ ഈ 1/y ആണ് നമുക്ക് ഈ റൈറ്റ് സൈഡിൽ കിടക്കുന്നത്. സോ ഹെൻസ് y ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? y ഈക്വൽ ടു 1/, അല്ലേ, -2 ഓഫ് എക്സ് സ്ക്വയർ ബൈ 2 -1 സി ഇ റേസ് ടു -x സ്ക്വയർ ബൈ 2. പിടിയോ? അപ്പോൾ ഇതാണ് ഇക്വേഷൻ റെഡ്യൂസിബിൾ ടു ലീനിയർ ഫോം. അതിൻ്റെ ഒരു എക്സാമ്പിളായ ബെർണൗളിസ് ഫോം, അല്ലെ ബെർണൗളിസ് ഇക്വേഷൻ ആണ് നമ്മളിപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്. ഇത് വെച്ചുള്ള പ്രോബ്ലംസ് തരാം, അപ്പോൾ നമുക്ക് പഠിക്കാം. താങ്ക് യു.